ബിഗിനേഴ്സ് ഒക്കെ വെയർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഇന്നോവയ കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പ് നമ്മുടെ ചേലക്കരയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ. ലേഡി ബഗ് ലിങ്കറി ആൻഡ് ഇന്നോവയ സ്റ്റോർ ചേലക്കര. ഫോട്ടോഷൂട്ടും മോഡലിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻവിസിബിൾ ബ്ര, പിന്നെ ബിഗിനേഴ്സിന് പറ്റിയ സ്പോർട്സ് ബ്ര, അതിൽ തന്നെ പുഷപ്പ്, നോൺ പുഷപ്പ്, സീംലെസ്, ഫുൾ കവേർഡ് കളക്ഷൻസും ഇവിടെയുണ്ട്. പിന്നെ ഇമ്പോർട്ടഡ് ക്വാളിറ്റിയിലുള്ള ബ്രാലറ്റ്സ്, പാൻറ്റീസിലും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ വെസ്റ്റേൺ ഡ്രസ്സിനൊക്കെ മാച്ച് ആവുന്ന ഫുൾ ആൻഡ് ഹാഫ് സ്ലിപ്സ്, അതുപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള കോട്ട് സെറ്റ്സും ഇവിടെയുണ്ട് കേട്ടോ. പിന്നെ സാരി കൊടുക്കുമ്പോൾ പെർഫെക്റ്റ് ഷേപ്പ് വരുന്ന ബട്ടക്സ് പാഡ്സും ഷേപ്പ് സ്കേർട്സും ഇവിടെയുണ്ട്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നിയർ ചേലക്കര പോലീസ് സ്റ്റേഷൻ, ഓപ്പോസിറ്റ് സേവ് മാർട്ട് സൂപ്പർ മാർക്കറ്റ്. പട്ടാമ്പി പാതയിലെ ഗതാഗത നിയന്ത്രണത്തെ തുടർന്ന് വലിയ വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടതോടെ കണയം മണ്ണാറംപാറ റോഡിൽ ചരക്ക് ലോറികൾ കുടുങ്ങി മണിക്കൂറുകളോളം ജനങ്ങൾ ദുരിതത്തിലായി. പട്ടാമ്പി പാതയിലെ ഗതാഗത നിയന്ത്രണത്തെ തുടർന്ന് വലിയ വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടതോടെ കണയം മണ്ണാറംപാറ പ്രദേശത്തെ ജനങ്ങൾ കടുത്ത യാത്രാ ദുരിതത്തിലായി. ശനിയാഴ്ച പുലർച്ചെ 3:30 3 അടയ്ക്ക കയറ്റിയ ലോറികളും ഒരു ഉപ്പ് ലോറിയും പാതയിലെ കടുത്ത കയറ്റം കയറാനാകാതെ കുടുങ്ങിയതോടെ 3 മണിക്കൂറിലധികം സമയമാണിവിടെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചത്. ഇതോടെ ഷൊർണൂർ ചെർപ്പുളശ്ശേരി റൂട്ടിലെ ബസ് സർവീസുകൾ രാവിലെ 9:30 വരെ തടസ്സപ്പെടുകയും സ്കൂൾ വിദ്യാർത്ഥികളും പൊതുജനങ്ങളും വലയുകയും ചെയ്തു. രാത്രി സമയങ്ങളിൽ ആലഞ്ചുവട് ഭാഗത്ത് സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാറുണ്ടെങ്കിലും ഇത് വകവയ്ക്കാതെ വലിയ ചരക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്നത് പതിവായിരിക്കുകയാണ്. ഇത് റോഡിന്റെ തകർച്ചയ്ക്കും സംരക്ഷണ ഭിത്തി ഇടിയുന്നതിനും കാരണമാകുന്നുണ്ട്. വിവരമറിഞ്ഞ വാർഡ് കൗൺസിലർ സിനി മനോജും നാട്ടുകാരും സ്ഥലത്തെത്തി പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ഇതിൽ ഏറ്റവും അതിശയകരമെന്ന് പറയുന്നത് ഈ പ്രധാനപ്പെട്ട ഈ റോഡിന് എപ്പോഴും നിരന്തരമായിട്ടുള്ള അവഗണനയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഷൊർണൂർ മണ്ഡലത്തിന്റെ MLA 2ാം വാർഡിന്റെ അതിർത്തിയിൽ കൊണ്ടുവന്നിട്ട് ഒരു റോഡ് അവസാനിപ്പിച്ചു. നമ്മുടെ പാലക്കാടിന്റെ ബഹുമാന്യനായ MP ശ്രീകണ്ഠൻ അവർകൾ ഈ നമ്മുടെ വല്ലപ്പുഴ പഞ്ചായത്തിന്റെ തുടക്കത്തിൽ, അതായത് ഈ ഷൊർണൂർ നഗരസഭ എന്നുള്ള ബോർഡ് വരെ അവരുടെ ഫണ്ടും കൊണ്ടുവന്ന് അവസാനിപ്പിച്ചു. ഈ ഒരു 2ാം വാർഡിലൂടെ പോകുന്ന ഈ പ്രധാനപ്പെട്ട റോഡാണ് ഈ പരിഗണന ഈ ഒരു അവഗണന നേരിടുന്നത്. വളരെയധികം പരിഗണന അർഹിക്കുന്ന ഒരു റോഡാണ്. ഇതൊരു ജനറൽ റോഡാണ്, ഒരിക്കലും ഒരു വാർഡിൻ്റെ റോഡ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ രാഷ്ട്രീയപരമായി തള്ളിക്കളഞ്ഞ് ഇതിലേക്ക് ഒരു ഫണ്ട് വെക്കാൻ വിസമ്മതിക്കുന്ന ഒരു സാഹചര്യം അല്ല ഇവിടെ ഉള്ളത്. അതുകൊണ്ട് രാഷ്ട്രീയ കണ്ണോടുകൂടെ ഇതിനെ കാണാതെ എല്ലാ MPയും MLA ഒക്കെ ഒരു സമഗ്രമായ ഇടപെടൽ നടത്തിക്കൊണ്ട് ഈ റോഡിൻ്റെ ദുരവസ്ഥ അടിയന്തരമായിട്ട് പരിഹരിക്കണം എന്നാണ് ഈ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്. ഈ ഒരു കയറ്റത്തിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട സദാനന്ദ മാഷ MP ഒരു ഫണ്ട് നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. അത് 2 ഇലക്ഷൻ ഇടയിൽ വന്നതുകൊണ്ട് തന്നെ നിരവധി കാരണങ്ങളാൽ അതിൻ്റെ ടെൻഡർ ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ അത് ടെൻഡർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കയറ്റത്തിൻ്റെ ഒരു ദുരവസ്ഥ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. എന്നിരുന്നാൽ കൂടി മറ്റ് 2 സൈഡിലും കൂടിയിട്ട് നമുക്ക് റോഡിൻ്റെ ദുരവസ്ഥ വീണ്ടും ബാക്കിയാണ്. അപ്പോൾ അതിലേക്കാണ് നമുക്കിനി ഫണ്ട് വേണ്ടത്. അത് 2 MPയുടെയും MLAയുടെയും ശ്രദ്ധയിൽ പെടുത്തുകയാണ്. തുടർന്ന് രാവിലെ 9 മണിയോടെ കുളപ്പുള്ളിയിൽ നിന്നും ക്രെയിൻ എത്തിച്ച് 10 മണിയോടെയാണ് ലോറികൾ പാതയിൽ നിന്നും നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അതേസമയം ഇന്ധനവില വർധനവിന് പുറമെ വലിയ തുക നൽകി ക്രെയിൻ എത്തിച്ച് വാഹനം മാറ്റേണ്ടി വരുന്നത് തങ്ങൾക്ക് താങ്ങാനാകുന്നതിലും അപ്പുറമാണെന്ന് ഡ്രൈവർമാർ പ്രതികരിച്ചു. ഹെവി വെഹിക്കിൾ എൻട്രി ബോർഡില്ലാത്ത വഴി കൂടെ ഞങ്ങള് ബോർഡ് ഉണ്ടെന്ന് ഇവിടെ വന്നപ്പോഴാണ് പറയുന്നത്. ഞങ്ങൾ വരുമ്പോൾ ബോർഡൊന്നും ഇല്ല. ലൊക്കേഷൻ കണ്ട വഴിക്ക് ഞങ്ങൾ കയറി വന്നു. റോഡിലെ കടുത്ത കയറ്റം കുറയ്ക്കാൻ അടിയന്തര നടപടി വേണമെന്നും ഈ പാതയുടെ ദുരവസ്ഥ പരിഹരിക്കാൻ നഗരസഭയും MLAയും MPയും ഉൾപ്പെടെയുള്ളവർ ഇടപെടണമെന്നും കൗൺസിലർ സിനി മനോജ് ആവശ്യപ്പെട്ടു. കൗൺസിലറുടെ ആവശ്യപ്രകാരം പട്ടാമ്പി പാതയിലെ നിയന്ത്രണം തീരും വരെ വലിയ വാഹനങ്ങൾ വഴിതിരിച്ചുവിടാൻ ആലിൻചുവടിൽ പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് CCV.